എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ടെസ്റ്റ്എൻജിയിലെ IRetryAnalyzer എന്ന ഇന്റർഫേസ് യൂസ് ചെയ്ത് ഫെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് റീട്രൈ അല്ലെങ്കിൽ റീറൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ക്ലാസ് ലെവലും സ്യൂട്ട് ലെവലും ഇംപ്ലിമെന്റ് ചെയ്യും. ഞാൻ ഓൾറെഡി ടെസ്റ്റ്എൻജിയിലെ പ്ലേലിസ്റ്റിനകത്ത് മാനുവലി ഫെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസുകൾ റീറൺ ചെയ്യുന്ന കൺസെപ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് കേസ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ സെലീനിയം വെച്ച് ഓട്ടോമേറ്റ് ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ലോഗിൻ ടെസ്റ്റ് കേസ് ആണ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തതെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്റർനെറ്റ് കണക്ഷൻ ഒരു 2-3 സെക്കൻഡ്സ് നഷ്ടമായി. അപ്പോൾ ആ കേസിൽ ആ ടെസ്റ്റ് കേസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ടെസ്റ്റ് കേസ് ഫെയിൽ ആകും. അപ്പോൾ നമുക്കത് യഥാർത്ഥത്തിൽ ഫെയിൽ ആയി എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ ആ ടെസ്റ്റ് കേസ് ഫെയിൽ ആകാനുള്ള കാരണം ഇന്റർനെറ്റ് കണക്ഷൻ 2-3 സെക്കൻഡ്സ് നഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ ടെസ്റ്റ് കേസ് ഫെയിൽ ആയത്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് റീട്രൈ മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് ഫെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന കൗണ്ട് അനുസരിച്ച് റീട്രൈ ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ റീട്രൈ ചെയ്യുന്ന ആ സമയം കൊണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ തിരിച്ചു വരുവാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ടെസ്റ്റ് കേസ് കറക്റ്റ് ആയിട്ട് വർക്ക് ആകുന്നുണ്ടെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഓട്ടോമാറ്റിക് റീട്രൈ മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു പ്രാക്ടിക്കൽ യൂസ് കേസ് ആണ്. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോകാം. ഞാൻ എക്ലിപ്സ് ഐഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സെലീനിയം ടെസ്റ്റിംഗ് എന്ന പ്രൊജക്ടിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിന്റെ അകത്ത് com.testng.automatic retry എന്നൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാക്കേജിനകത്ത് ടെസ്റ്റ് ക്ലാസ് സാമ്പിൾ എന്ന് പറഞ്ഞ ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജാവ ക്ലാസ്സിനകത്ത് രണ്ട് TestNG ടെസ്റ്റ് മെത്തേഡ് ഉണ്ട്. ഒന്ന് റീട്രൈ ഫെയിൽ ടെസ്റ്റ് എന്നുള്ളതും രണ്ടാമത് പാസ് ടെസ്റ്റ് എന്നുള്ളതും. ഈ റീട്രൈ ഫെയിൽ ടെസ്റ്റ് ഞാൻ ഇന്റൻഷ്യലി ഫെയിൽ ആകാൻ വേണ്ടി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാസ് ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് മെത്തേഡ് പാസ് ആകാൻ വേണ്ടി ഈ ഒരു സ്റ്റേറ്റ്മെന്റും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ റീട്രൈ മെക്കാനിസം ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ക്ലാസ് റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് നമ്മൾ വെരിഫൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG ടെസ്റ്റ്. നിങ്ങൾക്ക് കാണാം റൺ ചെയ്തപ്പോൾ ടോട്ടൽ ടെസ്റ്റ് റൺ 2 എന്നുള്ള കൗണ്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണം പാസ്സായി, ഒരെണ്ണം ഫെയിലിയർ ആയിട്ടുണ്ട്. ടിപ്സ് 0 എന്നുള്ള ടെസ്റ്റിന്റെ കൗണ്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്യൂട്ട് നോക്കിയാൽ കാണാം ഓൾ ടെസ്റ്റ് എന്നുള്ള സെക്ഷൻ എടുത്താൽ ഒരെണ്ണം പാസ്സായി, ഒരെണ്ണം ഫെയിലായി. ഇത് നമ്മൾ ഇനിഷ്യലി ഫെയിൽ ചെയ്യിപ്പിച്ചാണ് ഈ ടെസ്റ്റ് മെത്തേഡ്. അതുപോലെ ഇത് നമ്മൾ ഇനിഷ്യലി പാസും ചെയ്യിപ്പിച്ചു. ഇനി നമ്മൾ ഈ ഫെയിൽ ആയ ടെസ്റ്റ് കേസ് ഓട്ടോമാറ്റിക് ആയിട്ട് റീട്രൈ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ റീട്രൈക്ക് വേണ്ടി ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിനകത്തായിരിക്കും ഞാൻ അതിന്റെ ലോജിക്ക് എഴുതുന്നത്. IRetry.java എന്നുള്ള ഈ ക്ലാസ്സിനകത്ത് ഞാൻ IRetryAnalyzer എന്ന ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റീട്രൈ കൗണ്ടിന്റെ വാല്യൂ എത്ര റീട്രൈ ചെയ്യണമെന്നുള്ള കൗണ്ട് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കോഡ് ഞാൻ TestNG ഡോക്യുമെന്റേഷനെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. അപ്പം ഇതാണ് TestNG ഡോക്യുമെന്റേഷൻ. ഈ ഡോക്യുമെന്റേഷൻ കൊടുത്തിരിക്കുന്ന കോഡ് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ലിങ്ക് കൂടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. ഇനി ഞാൻ ഈ പർട്ടിക്കുലർ റീട്രൈ അനലൈസർ ഈ ക്ലാസ് ഈ പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഇന്റൻഷൻ ഫെയിൽ ആയ ടെസ്റ്റ് കേസുകൾ മൾട്ടിപ്പിൾ ടൈംസ്, അതായത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കൗണ്ട് അനുസരിച്ച് റീട്രൈ ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പം ഞാൻ ഒരു ആട്രിബ്യൂട്ട് ഈ ടെസ്റ്റ് മെത്തേഡിന്റെ കൂടെ യൂസ് ചെയ്യുവാണ്. റീട്രൈ അനലൈസർ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിനുശേഷം നമ്മൾ ആ റീട്രൈ മെക്കാനിസം എഴുതിയിരിക്കുന്ന ക്ലാസിന്റെ പേര് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. IRetry എന്ന ക്ലാസ്സിനകത്താണ് ഞാൻ ആ ലോജിക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ കൗണ്ട് കൊടുത്തിരിക്കുന്നത് 3 ആണ്. അപ്പം 3 തവണ ഈ ഫെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് കേസ് റീട്രൈ ചെയ്യും. അതിനുശേഷമായിരിക്കും ഫെയിൽ ആകുന്നത്. അപ്പം മൊത്തം 4 ടൈംസ് ആ ടെസ്റ്റ് മെത്തേഡ് റൺ ആകും. അതിൽ 3 റീട്രൈയും ഒരെണ്ണം ഫെയിലിയർ ആയിട്ടുള്ള കേസുമാണ്. നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ TestNG ക്ലാസ് റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG ടെസ്റ്റ്. നിങ്ങൾക്ക് കാണാം ഇത്തവണ ടോട്ടൽ ടെസ്റ്റ് റണ്ണിന്റെ കൗണ്ട് 2ൽ നിന്ന് 5ലേക്ക് മാറിയിരിക്കും. അതുപോലെ പാസസ് 1, ഫെയിലിയർ 1, അതുപോലെ റീട്രൈസിന് സെപ്പറേറ്റ് ഒരു സെക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് എത്ര തവണ റീട്രൈ ചെയ്യുന്നുള്ളത് 3 എന്നുള്ളത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ റീട്രൈയുടെ കൗണ്ട് ഇവിടെ 3 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 തവണ റീട്രൈ ചെയ്തത്. 4 ആക്കിയ 4 എന്നുള്ള റീട്രൈ നമ്പർ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്യൂട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം റീട്രൈ നടന്നതാണ് യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്ന പാസ് ടെസ്റ്റും
ബ്ലൂ കളർ കൊടുത്തിരിക്കുന്ന ഫെയിൽ ടെസ്റ്റും ആണ്. അപ്പോൾ ഇങ്ങനെയാണ് റീട്രൈ ക്ലാസ് ലെവലിൽ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ കൗണ്ട് 3 എന്നുള്ള മാറ്റി 1 ആക്കുന്നു. അതിനുശേഷം ഒന്നുകൂടെ ഈ ക്ലാസ് റൺ ചെയ്യുവാണ്. ഇത്തവണ റീട്രൈയുടെ കൗണ്ട് 1 ആയിരിക്കും. നിങ്ങൾക്ക് കാണാം റീട്രൈയുടെ കൗണ്ട് 1 ആയിട്ട് കുറഞ്ഞിരിക്കുന്നത്. അതുപോലെ ടോട്ടൽ ടെസ്റ്റ് റണ്ണിന്റെ കൗണ്ട് 5ൽ നിന്ന് 3 ആയി. ഇങ്ങനെയാണ് റീട്രൈ മെക്കാനിസം ക്ലാസ് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഞാൻ 3ലേക്ക് വീണ്ടും തിരിച്ചാക്കുവാണ്. ഇനി നമ്മൾ സ്യൂട്ട് ലെവലിൽ ഈ കൺസെപ്റ്റ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു നോക്കാം. ഞാൻ മൈ ട്രാൻസ്ഫോമർ ഡോട്ട് ജാവ എന്ന് പറഞ്ഞ് ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജാവ ക്ലാസ്സിനകത്ത് ഐ അനോട്ടേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞൊരു ഇന്റർഫേസ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു ഇന്റർഫേസ് യൂസ് ചെയ്ത് ഐ ടെസ്റ്റ് അനോട്ടേഷൻ എന്നുള്ള ഒരു ഇന്റർഫേസിനകത്ത് യൂസ് ചെയ്ത് സെറ്റ് റീട്രൈ അനലൈസർ എന്നൊരു മെത്തേഡ് ഞാൻ കോൾ ചെയ്തു. ഈ സെറ്റ് റീട്രൈ അനലൈസർ എന്നുള്ള മെത്തേഡിലേക്ക് റീട്രൈ മെക്കാനിസം എഴുതിയിരിക്കുന്ന ക്ലാസ് ഏതാണോ ആ ക്ലാസിന്റെ പേര് ഞാൻ അവിടെ സ്പെസിഫൈ ചെയ്തു. എന്നിട്ട് ഇനി ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ എഴുതിയിരിക്കുന്ന ഈ ഓട്ടോമാറ്റിക് റീട്രൈ മെക്കാനിസത്തിന്റെ ലിസണർ ആയിട്ട് നമ്മൾ സ്യൂട്ട് ഫയലിൽ കോൾ ചെയ്യും. ഞാൻ ഈ ക്ലാസ് റൺ ചെയ്യാൻ വേണ്ടി ഈ ടെസ്റ്റ് ക്ലാസ് സാമ്പിൾ എന്ന ക്ലാസ് റൺ ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഞാനൊരു TestNG സ്യൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. TestNG_automatic retry.xml എന്ന് പറഞ്ഞ TestNG XML ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അത് റൺ ചെയ്യേണ്ട ആ പർട്ടിക്കുലർ ക്ലാസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ലിസണർ സ്പെസിഫൈ ചെയ്യണം. ലിസണറിന്റെ പേര് ആ പാക്കേജിനുള്ളിനകത്ത് ആ ക്ലാസ് നെയിം ആയിട്ടാണ് കൊടുക്കുന്നത്. ലിസണേഴ്സ് എന്നുള്ള ആദ്യമേ ആ ടാഗ് ഞാൻ യൂസ് ചെയ്തു. ഇതിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ലിസണേഴ്സ് ആഡ് ചെയ്യാൻ ഞാനിവിടെ ഒരു സിംഗിൾ ലിസണർ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്ന ലിസണർ. ഇനി ആ ക്ലാസ് നെയിം ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. അതായത് മൈ ട്രാൻസ്ഫോമർ എന്ന ഈ ക്ലാസ് നെയിം ആണ് നമ്മളിവിടെ ഈ സ്യൂട്ടിനകത്ത് സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പാക്കേജ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. com.testng.automatic retry അതിനുശേഷം ആ ക്ലാസിന്റെ പേര് മൈ ട്രാൻസ്ഫോമർ എന്നുള്ളതാണ് ആ ക്ലാസിന്റെ പേര്. ഇനി നമ്മൾ ഈ സ്യൂട്ട് ഫയൽ റൺ ചെയ്യാൻ പോവാണ്. സ്യൂട്ട് ഫയൽ റൺ ചെയ്യുമ്പോൾ 3 times ഈ ഫെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസ് റീട്രൈ ആവും. കാരണം ഇവിടെ നമ്മൾ റീട്രൈ കൗണ്ട് 3 ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സ്യൂട്ട് ഫയൽ റൺ ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG സ്യൂട്ട്. റീട്രൈഡ് കൗണ്ട് 3 ആണ്, ടോട്ടൽ ടെസ്റ്റ് റൺ 5 ആണ്, പാസസ് 1, ഫെയിലിയർ 1, സ്കിപ്പ് 0. ഇനി നമുക്ക് ആ മാക്സിമം റീട്രൈ കൗണ്ട് കുറയ്ക്കാം. അതനുസരിച്ച് സ്യൂട്ട് റൺ ചെയ്യുമ്പോൾ ചേഞ്ചസ് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. 3 എന്നുള്ള കൗണ്ട് ഞാൻ 2 ആക്കുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും സ്യൂട്ട് ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG സ്യൂട്ട്. റീട്രൈഡ് കൗണ്ട് 2 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സസിനകത്ത് ഈ പർട്ടിക്കുലർ ഓട്ടോമാറ്റിക് റീട്രൈ മെക്കാനിസം മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കൂടെ ഇവിടെ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ സെപ്പറേറ്റ് ടെസ്റ്റ് മെത്തേഡിനും പോയി നമ്മൾ ഈ മൈ റീട്രൈ ഡോട്ട് ക്ലാസ് എന്നുള്ള ഈ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് സ്പെസിഫൈ ചെയ്യേണ്ട. ക്ലാസ് ലെവലിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ ഇത് റിമൂവ് ചെയ്തിട്ട് സ്യൂട്ട് ലെവലിൽ കറക്റ്റായിട്ട് വർക്ക് ആയിക്കോളും. ഞാനിപ്പം ആ ക്ലാസ് ലെവലിൽ കൊടുത്തത് റിമൂവ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞാൻ ഈ സ്യൂട്ട് ലെവലിൽ റൺ ചെയ്യാൻ പോവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് TestNG സ്യൂട്ട്. നിങ്ങൾക്ക് കാണാൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ ക്ലാസ് ലെവലിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ റീട്രൈ അനലൈസർ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് ആ റീട്രൈ മെക്കാനിസം എഴുതിയിരിക്കുന്ന ക്ലാസ് സ്പെസിഫൈ ചെയ്യണം. മറിച്ച് സ്യൂട്ട് ലെവൽ ആണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ് ലെവൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഓട്ടോമാറ്റിക് റീട്രൈ മെക്കാനിസം എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്ന കോഡ് ഞാൻ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. ഗിറ്റ്ഹബിൻ്റെ ലിങ്ക് കൂടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും.
Thanks for watching and keep learning.